നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പ്രോഫിറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ ബട്ട് ക്യാഷ് ഇസ് എ ഫാക്ട്. ലാഭം എന്നത് ഒരു കണക്കുകൂട്ടൽ മാത്രമാണ്, എന്നാൽ കയ്യിലുള്ള പണം മാത്രമാണ് സത്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കമ്പനിയുടെ യഥാർത്ഥ കരുത്ത് അളക്കുന്ന ക്യാഷ് ഫ്ലോവിനെ കുറിച്ചാണ്. ഇത് മനസ്സിലാക്കിയാൽ തട്ടിപ്പ് കമ്പനികളിൽ നിന്ന് നിങ്ങളുടെ പണം രക്ഷിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ 1 ലക്ഷം രൂപയുടെ സാധനം ഒരാൾക്ക് കടമായി വിറ്റു എന്ന് കരുതുക. നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ലാഭത്തിലാണ്. പക്ഷെ ആ മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ആ ലാഭം കൊണ്ട് എന്തു ഗുണം? ഇതാണ് പല കമ്പനികൾക്കും സംഭവിക്കുന്നത്. അവർ വിൽക്കുന്ന സാധനങ്ങളുടെ പണം കൃത്യമായി കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ ആ കമ്പനി വൈകാതെ തകർന്നു പോകും. ഇതിനെയാണ് ക്യാഷ് ഫ്ലോ ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിനേക്കാൾ ഉപരിയായി നമ്മൾ നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ബിസിനസ്സിലേക്ക് വരികയും അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന യഥാർത്ഥ പണത്തിന്റെ ചലനത്തെയാണ് ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. ക്യാഷ് ഫ്ലോ എന്നത് ഒരു ബിസിനസിന്റെ ബ്ലഡ് സർക്കുലേഷൻ പോലെയാണ്. രക്തയോട്ടം നിലച്ചാൽ ശരീരം എപ്രകാരം തളരുമോ അതുപോലെ കയ്യിൽ പണമില്ലെങ്കിൽ എത്ര വലിയ ലാഭമുള്ള കമ്പനിയും തകർന്നു പോകും. ക്യാഷ് ഫ്ലോ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എന്ന് മനസ്സിലാക്കണം. ഒരു ബിസിനസ്സിൽ പണം വരുന്നത് പല വഴികളിലൂടെയാണ്. ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഉടൻ ലഭിക്കുന്ന പണം, ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണുകൾ, നിക്ഷേപകർ നൽകുന്ന മൂലധനം, കമ്പനിയുടെ ആസ്തികൾ, ഉദാഹരണത്തിന് പഴയ മെഷീൻ വിൽക്കുമ്പോൾ കിട്ടുന്ന പണം എന്നിവയൊക്കെ കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പണമായതിനാൽ അതിനൊക്കെ ഇൻഫ്ലോ എന്ന് പറയും. അതേസമയം ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം, അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ ചിലവാക്കുന്ന തുക, വാടക, കറണ്ട് ബില്ല്, ടാക്സ്, ലോൺ തിരിച്ചടവ്, പുതിയ യന്ത്രങ്ങളോ കെട്ടിടങ്ങളോ വാങ്ങുന്നത് പോലുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് ക്യാഷ് പോകുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസമാണ് കമ്പനിയുടെ അവസ്ഥയെ നിശ്ചയിക്കുന്നത്. അകത്തേക്ക് വരുന്ന പണം പുറത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് എന്ന് വിളിക്കുന്നു. ഇത് കമ്പനി സുരക്ഷിതമാണെന്നതിന്റെ അടയാളമാണ്. അതല്ല, വരുന്നതിനേക്കാൾ കൂടുതൽ പണം ചിലവാകുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഇത് തുടർച്ചയായി സംഭവിച്ചാൽ കമ്പനി പൂട്ടേണ്ടി വരും. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് ലാഭവും ക്യാഷ് ഫ്ലോയും ഒന്നാണ് എന്നാണ്. എന്നാൽ അവ രണ്ടും വ്യത്യസ്തമാണ്. ലാഭം എന്നാൽ ഒരു കണക്ക് മാത്രമാണ്. നിങ്ങൾ 1 ലക്ഷത്തിന്റെ സാധനം കടമായി വിറ്റാൽ അക്കൗണ്ട് ബുക്കിൽ 1 ലക്ഷം ലാഭമായി കാണിക്കാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ കയ്യിൽ പണമില്ല. ക്യാഷ് ഫ്ലോ എന്നാൽ ആ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്ന് വരുന്നു അന്ന് മാത്രമേ അത് ക്യാഷ് ഫ്ലോ ആകുകയുള്ളൂ. ക്യാഷ് ഫ്ലോ 3 തരത്തിലുണ്ട്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ആദ്യത്തേത്. അതായത് പ്രധാന ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ആണെങ്കിൽ വസ്ത്രം വിറ്റ് കിട്ടുന്ന പണം ഇതിന് ഉദാഹരണമാണ്. ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് അടുത്തത്. വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ചിലവാക്കുന്ന പണം, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പുതിയൊരു കെട്ടിടം വാങ്ങുന്ന പണമൊക്കെയാണ് ഇത്. ഫിനാൻസിംഗ് ക്യാഷ് ഫ്ലോ ആണ് മൂന്നാമത്തേത്. മൂലധനം കണ്ടെത്താൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർമാർക്ക് ഡിവിഡൻഡ് നൽകുന്നതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഒരു കമ്പനിക്ക് വലിയ ലാഭമുണ്ടെന്ന് കാണിക്കാൻ എളുപ്പമാണ്, എന്നാൽ കയ്യിൽ പണമില്ലാതെ ഒരു കമ്പനിക്കും അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ശമ്പളം കൊടുക്കാനും ലോൺ അടയ്ക്കാനും ലാഭമല്ല, മറിച്ച് ക്യാഷ് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഓഹരി വിപണിയിൽ ക്യാഷ് ഇസ് കിങ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ തിരിച്ചറിയാം? ഒരു കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ഭദ്രമാണെന്ന് മനസ്സിലാക്കാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഈ 3 വിഭാഗങ്ങൾ വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആദ്യമായി, ഒരു കമ്പനി റിപ്പോർട്ട് ചെയ്യുന്ന ലാഭത്തെക്കാൾ കൂടുതൽ പണം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വഴി കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അത് ആ ബിസിനസ് വളരെ ആരോഗ്യകരമാണ് എന്നതിന്റെ സൂചനയാണ്. എന്നാൽ പേപ്പറിൽ ലാഭം കൂടുകയും കയ്യിൽ പണമില്ലാതിരിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും അക്കൗണ്ടിംഗ് തിരിമറികളിലേക്കോ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്കോ വിരൽ ചൂണ്ടുന്നുണ്ട്. രണ്ടാമതായി, ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ കാര്യം നോക്കാം. ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ കമ്പനിയുടെ ഭാവി വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ ഫാക്ടറികളോ യന്ത്രങ്ങളോ വാങ്ങുമ്പോൾ ഈ തുക നെഗറ്റീവായി കാണപ്പെടും. ഇത് കമ്പനി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ നല്ല ലക്ഷണമാണ്. നേരെ മറിച്ച് നിലവിലുള്ള ആസ്തികൾ വിറ്റഴിച്ചാണ് പണം കണ്ടെത്തുന്നതെങ്കിൽ അത് കമ്പനി വലിയ പ്രതിസന്ധിയിലാണ് എന്നതിന്റെ സൂചനയാകാം. മൂന്നാമതായി വരുന്നത് ഫിനാൻസിംഗ് ക്യാഷ് ഫ്ലോ തന്നെയാണ്. കമ്പനി മൂലധനം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെ വിനിയോഗിക്കുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്നതും ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു കമ്പനി പുതിയ കടങ്ങൾ എടുക്കുന്നത് ബിസിനസ് വിപുലീകരിക്കാനാണോ അതോ നിത്യമുള്ള ചെലവുകൾക്കും ശമ്പളം നൽകാനുമാണോ എന്നത് ഇതിലൂടെ തിരിച്ചറിയാം. ചുരുക്കത്തിൽ ഈ 3 തൂണുകളും കൃത്യമായി പരിശോധിക്കുന്നതിലൂടെ ഒരു കമ്പനി ശരിക്കും പണം ഉണ്ടാക്കുന്നുണ്ടോ അതോ കടലാസിൽ മാത്രം ലാഭം കാണിക്കുന്ന ഒരു തട്ടിപ്പ് കമ്പനിയാണോ എന്ന് ഏതൊരു സാധാരണ നിക്ഷേപകനും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു ഷെയർ വാങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യം നോക്കുക. കമ്പനിയുടെ ലാഭം കൂടുകയും എന്നാൽ കയ്യിലുള്ള പണം കുറയുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ ആ കമ്പനി അക്കൗണ്ടിങ്ങിൽ എന്തോ തിരിമറി നടത്തുന്നുണ്ടെന്ന് സംശയിക്കാം. ഇത്തരം കമ്പനികൾ ഏത് നിമിഷവും തകരാം.
ഓഹരി വിപണിയിൽ ചതിക്കപ്പെടാതിരിക്കാൻ ബാലൻസ് ഷീറ്റ് നോക്കുന്നതോടൊപ്പം തന്നെ ക്യാഷ് ഫ്ലോയും നോക്കാൻ ശീലിക്കുക. നല്ല കമ്പനികൾ ലാഭം ഉണ്ടാക്കുക മാത്രമല്ല, ആ ലാഭം കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന മെട്രിക് കൂടി നമുക്ക് പരിശോധിക്കാം. ഫ്രീ ക്യാഷ് ഫ്ലോ എന്നത് ഒരു കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യത്തിന്റെ അളവുകോലാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനി അതിന്റെ ബിസിനസ് നടത്താനും പുതിയ മെഷീനുകളോ കെട്ടിടങ്ങളോ വാങ്ങാനും ആവശ്യമായ പണം ചിലവാക്കിയ ശേഷം ബാക്കി കയ്യിൽ നിൽക്കുന്ന പണമാണ്. എന്താണ് ഫ്രീ ക്യാഷ് ഫ്ലോയുടെ പ്രാധാന്യം? സാധാരണ ലാഭം എന്നത് വെറും ഒരു അക്കൗണ്ടിംഗ് സംഖ്യയാണ്. എന്നാൽ ഫ്രീ ക്യാഷ് ഫ്ലോ എന്നത് കമ്പനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന യഥാർത്ഥ പണമാണ്. ഒരു കമ്പനിക്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ഹോൾഡർമാർക്ക് ലാഭവിഹിതം നൽകാം, ബാങ്ക് ലോണുകൾ വേഗത്തിൽ അടച്ചു തീർക്കാം, സ്വന്തം ഓഹരികൾ തിരികെ വാങ്ങി ഓഹരി വില വർദ്ധിപ്പിക്കാം, മറ്റ് കമ്പനികളെ വാങ്ങാനോ ബിസിനസ് വിപുലീകരിക്കാനോ ഉപയോഗിക്കാം. അവസാനമായി, ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എങ്ങനെ സ്വയം പരിശോധിക്കാമെന്ന് കൂടെ നോക്കാം. ഇതിനായി നമുക്ക് screener.in തന്നെ ഉപയോഗിക്കാം. ആദ്യം സ്ക്രീനർ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ നിങ്ങൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യുക. കമ്പനിയുടെ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ക്യാഷ് ഫ്ലോ എന്നൊരു ടേബിൾ കാണാം. അതിൽ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളും ഉണ്ടാവും. അതായത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്രം ഫൈനാൻസിംഗ് ആക്ടിവിറ്റി എന്നിങ്ങനെ 3 ടേബിളുകൾ കാണാം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. കമ്പനി അവരുടെ ബിസിനസ്സിൽ നിന്ന് ശരിക്കും പണം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഇവിടെ നോക്കാം. കഴിഞ്ഞ 5 വർഷത്തെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കുക. ഇത് ഓരോ വർഷവും കൂടി വരുന്നുണ്ടോ? ലാഭം കൂടുന്നുണ്ട്, പക്ഷെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനർത്ഥം വിറ്റ സാധനങ്ങളുടെ പണം അവർക്ക് കിട്ടുന്നില്ല എന്നാണ്. അടുത്തതായി നിങ്ങൾക്ക് ചെയ്യാവുന്നത് നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തെ ആകെ ലാഭവും ആകെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും കൂട്ടുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ലാഭത്തിന് തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ ആ കമ്പനി ക്യാഷ് റിച്ച് ആണ്. അവർ കണക്കിൽ കാണിക്കുന്ന ലാഭം കൃത്യമായി ബാങ്ക് അക്കൗണ്ടിലും എത്തുന്നുണ്ട്. സ്ക്രീനറിൽ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്നതിൽ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ്ഡ് എന്ന വരി കാണാം. ഫ്രീ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണെങ്കിൽ കമ്പനിക്ക് ആ പണം ഉപയോഗിച്ച് കടം വീട്ടാം, പുതിയ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് തന്നെ നൽകാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബാങ്കിങ് ഫൈനാൻസ് കമ്പനികളുടെ ക്യാഷ് ഫ്ലോ നോക്കുന്നത് സാധാരണ കമ്പനികളെ പോലെയല്ല. അവരുടെ ബിസിനസ് തന്നെ പണം കൊടുക്കൽ ആയതിനാൽ അവിടെ ഈ നിയമം പൂർണ്ണമായും ബാധകമാകില്ല. ഒരു ബാങ്കിനെ സംബന്ധിച്ച് കടം കൊടുക്കലും വാങ്ങലുമാണ് പ്രധാന ബിസിനസ്. ഒരു ബാങ്ക് കൂടുതൽ ലോണുകൾ നൽകുമ്പോൾ അവരുടെ ക്യാഷ് ഫ്ലോ നെഗറ്റീവായി കാണിക്കും. ഇത് ബാങ്ക് ബിസിനസ് വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് ബാങ്കുകളുടെ കാര്യത്തിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മാത്രം നോക്കി നിക്ഷേപം നടത്തരുത്. നിങ്ങൾ അടുത്ത തവണ ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കമ്പനി കാണിക്കുന്ന ലാഭം അവരുടെ കയ്യിൽ പണമായിട്ടുണ്ടോ എന്ന് വിലയിരുത്തുക. ഇത് നിങ്ങളെ വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കും.